ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് PDA ഡിസൈൻ ചെയ്യാനുള്ള കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വലൻസ് ഓഫ് CFG ആൻഡ് PDA ആണ് ചെയ്യുന്നത്. ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കിയാൽ ഫസ്റ്റ് മോഡ്യൂൾ മുതൽ ഇക്വലൻസ് എന്ന് പറയുന്ന ഒരെണ്ണം കാണുന്നുണ്ട്. ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിനെ ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇക്വലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. CFGയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള PDA കണ്ടുപിടിക്കുക. ഇപ്പോൾ നമ്മുടെ ഇക്വലൻസ് ഓഫ് NFA ടു DFA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ NFA ആൻഡ് DFA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NFAയിൽ നിന്ന് DFAയിലേക്കുള്ള കൺവേർഷൻ, അതാണ് ഇക്വലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സ്റ്റാർട്ടിങ് മുതലുള്ള സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വലൻസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. അപ്പോൾ ഇക്വലൻസ് പറഞ്ഞാൽ എന്താണ്? കൺവേർഷൻ എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ CFGയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള PDA കൺവേർഷനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു CFG നോക്കാം. ഒരു CFG S ടെൻസ് ടു A, ക്യാപിറ്റൽ A ടെൻസ് ടു A B C bar B or A. Okay, B tends to B, C tends to C. ഇതൊരു CFG ആണ് അല്ലേ. ഇതൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറാണ്. അപ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ PDA ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന CFG എന്ന് പറയുന്നത് GNF ഫോമിലാണോ എന്ന് ചെക്ക് ചെയ്യാം. എന്താണ് GNF? ഗ്രിബാച്ച് നോർമൽ ഫോമാണ് നമ്മുടെ GNF എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ CFGയെ CNFിലോട്ടും GNFിലോട്ടൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കുറേ ഇക്വേഷൻസ് കുറേ ഗ്രാമർ എക്സാമ്പിൾസ് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന CFG എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ GNF ഫോമിലാണോ എന്ന് നോക്കുക. GNF ഫോമിലല്ല എങ്കിൽ അതിനെ GNF ഫോമിലേക്ക് മാറ്റുക. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ തന്നിരിക്കുന്ന CFG എന്ന് പറയുന്നത് GNF ഫോമിലാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കൺവേർഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ GNFിലാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗ്രാമറിൻ്റെ ഓരോ പ്രൊഡക്ഷനും GNF ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ആ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ടെർമിനലിൽ അവസാനിക്കുക, അതായത് S ടെൻസ് ടു A, ഇത് ഒരു GNF ഫോമിലാണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ ഒരു നോൺ ടെർമിനലിൽ നിന്ന് ഒരു ടെർമിനലിലേക്കുള്ള പ്രൊഡക്ഷനാണ് തന്നിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് എൻ GNF ഫോം. അതേപോലെ നമുക്ക് തന്നിരിക്കുന്ന ഒരു നോൺ ടെർമിനൽ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ടെർമിനലിലും അത് കഴിഞ്ഞിട്ട് നമുക്ക് 1, 2, 3 എത്രയോ നോൺ ടെർമിനൽസും വരികയാണെങ്കിൽ അതും എന്ത് ഫോമിലാണ്? GNF ഫോമിലാണ്. അപ്പോൾ GNF ഫോമിലാണോ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ GNF ഫോമിലാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ നോൺ ടെർമിനലിൽ നിന്ന് ടെർമിനൽ മാത്രമുള്ളതിലേക്കുള്ളൊരു പ്രൊഡക്ഷൻ കാണിക്കുക, അത് GNF ഫോമാണ്. അല്ലെങ്കിൽ രണ്ടാമത്തേത് എന്താണ്? ഒരു നോൺ ടെർമിനലിൽ നിന്ന് ഒരു പ്രൊഡക്ഷൻ വരിക, അതിൻ്റെ ആദ്യത്തേതെന്ന് പറയുന്നത് എപ്പോഴും ഒരു ടെർമിനൽ ആയിരിക്കുക. ആ ടെർമിനൽ കഴിഞ്ഞ് എനി നമ്പർ ഓഫ് നോൺ ടെർമിനൽസ് വരാം. ഒരെണ്ണം ആവാം, 2 എണ്ണം ആവാം, 3 എണ്ണം ആവാം, അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും എന്താ വരാം? ഒരു ടെർമിനൽ കഴിഞ്ഞ് എനി നമ്പർ ഓഫ് നോൺ ടെർമിനൽസ് വരികയാണെങ്കിൽ അത് എന്ന് പറയുന്നത് GNF ഫോമിലാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമർ ഫസ്റ്റ് S ടെൻസ് ടു A, ആദ്യത്തേത് ഒരു ടെർമിനലാണ്, അത് കഴിഞ്ഞൊരു നോൺ ടെർമിനൽ. അപ്പോൾ ഇത് എന്ത് ഫോമിലാണ്? GNF ഫോമിലാണ്. ഇനി രണ്ടാമത്തേത് Aയുടെ പ്രൊഡക്ഷൻ നോക്കുക. ആദ്യത്തേത് ടെർമിനലാണ്, പിന്നെ വരുന്നത് 3 നോൺ ടെർമിനൽസാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കറസ്പോണ്ടിങ് GNF ഫോമിലാണ്. അടുത്ത പ്രൊഡക്ഷൻ നോക്കുക. B എന്ന് പറയുന്ന ടെർമിനൽ, അതിൻ്റെ കൂടെ ഒരു നോൺ ടെർമിനൽ, ദാറ്റ് ഈസ് ഓൾസോ ഇൻ എന്താണ്? A ടെൻസ് ടു B എന്ന് പറയുന്നതും എന്താണ്? GNF ഫോമിലാണ്. അടുത്തത് A ടെൻസ് ടു സ്മോൾ a, അതും എന്താണ്? GNF ഫോമിലാണ്. അടുത്തത് B ടെൻസ് ടു B, അത് GNF ഫോമിലാണ്. C ടെൻസ് ടു C, അതും GNF. അപ്പോൾ തന്നിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? GNF ഫോമിലാണ്. ഇൻ കേസ് GNF ഫോമിലല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ GNF ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് തന്നിരിക്കുന്നത് എല്ലാം എന്താണ്? GNF ഫോമിലാണ്. അപ്പോഴാണ് നമ്മൾ ആ GNF ഫോമിലാണെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്താണ്? GNF ഫോമിൽ തന്നെയാണ് നമുക്ക് ഗ്രാമർ തന്നിരിക്കുന്നത്. സോ നമ്മൾ PDA ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ കറസ്പോണ്ടിങ് എന്താണ്? നമ്മുടെ CFGയുടെ കറസ്പോണ്ടിങ് PDA ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ,
അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പി ഡി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്, നമുക്കൊരു സ്റ്റാക്ക് ഉണ്ട്. ആ സ്റ്റാക്കിനകത്ത് എന്തുണ്ട്, Z0 എന്ന് പറയുന്ന അതിൻ്റെ കറണ്ട് ടോപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെൽറ്റ ഓഫ് സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പ് ഡെൽറ്റ ഓഫ് Q0 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഇൻപുട്ട്സ് ഒന്നും കൊടുക്കുന്നില്ല. Z0 എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്, നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് വെക്കുന്നത് ഒരു CFG എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ PDയുടെ സ്റ്റാക്കിലേക്ക് ആദ്യം പുഷ് ചെയ്ത് വെക്കുന്നത് സ്റ്റാർട്ട് സിമ്പൽ ഏതാണോ അതാണ്. ഇപ്പോൾ ഈ ഗ്രാമറിൻ്റെ സ്റ്റാർട്ട് സിമ്പൽ ഏതാണ്, S ആണ് സ്റ്റാർട്ട് സിമ്പൽ. അപ്പോൾ നമ്മുടെ Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമ്മൾ ഒന്നും തന്നെ എടുക്കുന്നില്ല, നമുക്കൊന്നും തന്നെ നമുക്ക് ഇൻപുട്ട് സൈഡ് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ എന്താണ്, Z0 ആണ് സ്റ്റാക്കിൻ്റെ ടോപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ഇനിഷ്യൽ സ്റ്റേറ്റ് ആണല്ലോ, സ്റ്റാർട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്റ്റാർട്ട് സിമ്പിളായ S ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് കിട്ടുന്നത് നമ്മൾ എങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്തായും എപ്സിലോൺ ആണ്, Z0 ആണ്. നമ്മൾ അടുത്തൊരു പൊസിഷനിലേക്ക് പോകുമ്പോൾ ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ Q1 S ആണ് നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ Z0. അതിൻ്റെ മീനിങ് നമ്മൾ S എന്തിലേക്ക് കൊണ്ട് പുഷ് ചെയ്തു, സ്റ്റാക്കിലേക്ക് കൊണ്ട് പുഷ് ചെയ്തു. അതാണ് ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമുക്ക് അതിനകത്ത് ഒന്നും തന്നെ നമ്മൾ പുഷ് ചെയ്തിട്ടില്ല. അപ്പോൾ എംസിലോൺ ആണ്, ഒന്നും പുഷ് ചെയ്തിട്ടില്ല എങ്കിൽ ദെൻ Z0 എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. Q0യിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് സിമ്പിൾ സ്റ്റാർട്ട് സിമ്പിൾ എടുക്കുന്നത് കൊണ്ട് സ്റ്റേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. Q1 S Z0. S എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ, Z0 എന്ന് പറയുന്നത് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നേരത്തെ ഉണ്ടായിരുന്നത് അല്ലേ. ഇപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഉള്ളത് S എന്ന് പറയുന്ന സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ നെക്സ്റ്റ് നമ്മൾ എസിൻ്റെ ഓരോ പ്രൊഡക്ഷനായിട്ട് എടുക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമറിൻ്റെ ഓരോ പ്രൊഡക്ഷനും നമ്മളെടുക്കുക. ആ പ്രൊഡക്ഷനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യോ പോപ്പ് ചെയ്യോ ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് S tends to A. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്ഷൻ, ഗ്രാമറിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ S tends to A. നമ്മൾ ഓരോ പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇൻപുട്ട് സിമ്പൽ, എങ്ങനെയാണ് സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്നത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈക്വൽ സിമ്പൽ കഴിഞ്ഞ് എന്താണ് വരേണ്ടുന്നത്, എല്ലാം ഈ ഗ്രാമറിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കുക, ഇതിനകത്ത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ സ്റ്റേറ്റ് Q1 ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് അടുത്ത ഡെൽറ്റ ഓഫ് Q1 അടുത്തത് എന്താണ്, ഇൻപുട്ട് സിമ്പൽ. അത് കഴിഞ്ഞിട്ട് വരുന്ന മൂന്നാമത്തെ ഫാക്ടർ അല്ലെങ്കിൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാക്കിൻ്റെ ടോപ്പ് പൊസിഷനിൽ വരുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മുടെ ഗ്രാമറിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് Q1 തന്നെയാണ് ഇനീഷ്യൽ സിമ്പൽ അല്ലെങ്കിൽ ഇൻപുട്ട് സിമ്പൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്ന പ്രൊഡക്ഷനിൽ വരുന്ന നോൺ ടെർമിനൽ, അതായത് ആ പ്രൊഡക്ഷൻ കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ വരുന്ന ആദ്യത്തെ നോൺ ടെർമിനൽ ഏതാണോ അതാണ് എഴുതുക. അപ്പോൾ ആദ്യത്തെ നോൺ ടെർമിനൽ എന്ന് പറയുന്നത് ടെർമിനൽ എന്ന് പറയുന്നത് ഏതാ, എ. പ്രൊഡക്ഷനിൽ റൈറ്റ് സൈഡിൽ ആദ്യം വരുന്ന ടെർമിനൽ ഏതാണോ അതാണ് ഇൻപുട്ട് സിമ്പൽ. അപ്പോൾ ഇതിനകത്ത് പ്രൊഡക്ഷൻ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ടെർമിനൽ എ ആണ്. സോ എ ആണ് ഇൻപുട്ട് സിമ്പൽ. ഇനി എന്താണ് നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന നോൺ ടെർമിനൽ ഏതാണോ അതാണ് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ വരുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഏതാ, എസ്. സോ ഇതാണ് അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്, ഡെൽറ്റ ഓഫ് Q1, A, S. ഇത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടുന്നത്, നമ്മൾ സ്റ്റേറ്റ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, ഈ ഒരു CFGയെ നമ്മൾ കറസ്പോണ്ടിങ് നമ്മുടെ PDയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കൂടിപ്പോയ 3 സ്റ്റേറ്റുകൾ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ അതുപോലെ തന്നെ എഴുതും. ഓക്കെ, അപ്പോൾ Q1 തന്നെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല, Q1 അതുപോലെ എഴുതി. അപ്പോൾ ഇനി നമുക്ക് എന്താണ് നമുക്ക് ആ പ്രൊഡക്ഷൻ കഴിഞ്ഞ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനകത്ത് ഈ എഴുതുന്നത് Q1 നമുക്ക് നേരത്തേതിൽ നിന്ന് കിട്ടിയ സ്റ്റേറ്റ്, ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ എടുത്ത പ്രൊഡക്ഷനിൽ റൈറ്റ് സൈഡിൽ ആദ്യം വരുന്ന ടെർമിനൽ ഏതാണോ അതാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞ് വരുന്ന ടേം എന്ന് പറയുന്നത് ആ പ്രൊഡക്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന നോൺ ടെർമിനലാണ് എഴുതുക.
കഴിഞ്ഞ് വരുന്ന ഈക്വൽ സൈൻ കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്താണ് Q1 സ്റ്റേറ്റ് അതുപോലെ തന്നെ എഴുതി. ഇനി അടുത്തൊരു ടേം വരണമല്ലോ, അതായത് സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്ത സംഭവം. അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത പ്രൊഡക്ഷൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന നമ്മൾ എടുത്ത ടെർമിനൽ കഴിഞ്ഞ് വരുന്ന എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതെല്ലാമാണ് നമ്മളവിടെ എഴുതുക. അപ്പോൾ ഈ പ്രൊഡക്ഷനിൽ എ എടുത്തു കഴിഞ്ഞു, അത് കഴിഞ്ഞ് വരുന്ന ഏതാണ്? അപ്പോൾ ഇവിടെ വരുന്ന എന്താണ്? Q1 A. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ്റെ അത് കഴിഞ്ഞു. അടുത്തത് നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് A ടെൻസ് ടു A B C. അപ്പോൾ ഈ പ്രൊഡക്ഷൻ്റെ നമ്മൾ എഴുതാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് സ്റ്റേറ്റ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, Q1 തന്നെയാണ്. അടുത്ത ഇൻപുട്ട് സിമ്പിൾ എങ്ങനെയാണ് എഴുതുന്നത്? പ്രൊഡക്ഷൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന ടെർമിനൽ. ഇവിടെ വരുന്ന റൈറ്റ് സൈഡിൽ വരുന്ന ടെർമിനൽ ഏതാ? A. ഇനി നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പ് എന്താണെന്ന് പറഞ്ഞു? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, പ്രൊഡക്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് A. ഓക്കെ, ഇസ് ഈക്വൽ ടു Q1 തന്നെ. പിന്നെ നമുക്ക് വരുന്ന ഏതാ അടുത്തത്? നമ്മുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത ടെർമിനൽ കഴിഞ്ഞ് വരുന്നത് എന്തോ, ടെർമിനൽ കഴിഞ്ഞ് വരുന്നത് ഏതാ? ABC. അപ്പോൾ അതുപോലെ എഴുതും. ഓക്കെ ഓക്കെ. ദെൻ നെക്സ്റ്റ് അടുത്ത പ്രൊഡക്ഷൻ നോക്കുക. അടുത്ത പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് A ടെൻസ് ടു B എന്ന് പറയുന്ന പ്രൊഡക്ഷൻ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നമുക്ക് ഡെൽറ്റ ഓഫ് Q1 തന്നെ, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഏതാണ്? B. നമ്മുടെ സ്റ്റാക്കിൽ ഉണ്ടായിരുന്ന ടോപ്പിലുണ്ടായിരുന്നത് ഏതാണോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് ഏതാ? A അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്നത് Q1 തന്നെ. പിന്നെന്താ നമുക്ക് കിട്ടുന്നത്? ഈ B കഴിഞ്ഞ് വരുന്നത് എന്താണോ അതാണ് എഴുതുക. സോ B അതാണ് പുഷ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാക്കിലേക്ക് ഇത്രയും സംഭവങ്ങൾ പുഷ് ചെയ്തു. ഇനി അടുത്തത് ചെയ്യുന്നത്, അടുത്ത പ്രൊഡക്ഷൻ എന്താണ്? A ടെൻസ് ടു A എന്ന് പറയുന്ന പ്രൊഡക്ഷൻ. A ടെൻസ് ടു A. അപ്പോൾ എന്ത് ചെയ്യും? ഡെൽറ്റ ഓഫ് Q1 കോമ ഏതാ നമ്മുടെ പ്രൊഡക്ഷൻ? A. ഏതാ നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ? ക്യാപിറ്റൽ A ഇസ് ഈക്വൽ ടു Q1. നമ്മുടെ A കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടോ? A കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഈ A കഴിഞ്ഞ് വരുന്ന സാധനത്തിൽ ഇവിടെ എഴുതേണ്ടേ. അപ്പോൾ ഇവിടെ A കഴിഞ്ഞ് എന്ത് ചെയ്യുന്നില്ല? ഒന്നുമില്ല എങ്കിൽ നമ്മൾ എപ്സിലോൺ എന്ന് വരും. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ഓപ്പറേഷനാണ് നടക്കുന്നത്? പോപ്പ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം പുഷ് ഓപ്പറേഷൻ ആയിരുന്നു. പോപ്പ് ഓപ്പറേഷൻ എപ്പോഴായിരുന്നു? A ടെൻസ് ടു A, അതായത് ഒരു ടെർമിനൽ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും വരുന്നില്ല എങ്കിൽ നമുക്ക് അതിനകത്തേക്ക് പുഷ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ എന്തായിരിക്കും ചെയ്യുക? പുഷ് ചെയ്തതെല്ലാം പോപ്പ് ചെയ്തെടുക്കുമായിരിക്കും. പോപ്പ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നതാണ് എപ്സിലോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് അടുത്ത പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താ? B ടെൻസ് ടു B. സോ B ടെൻസ് ടു B എടുക്കുമ്പോൾ ഡെൽറ്റ ഓഫ് Q1 B ആണ് ഇൻപുട്ട്, ക്യാപിറ്റൽ B ആണ്. ദെൻ Q1 ഇവിടെ എന്തെങ്കിലും ഉണ്ടോ B കഴിഞ്ഞിട്ട്? ഇല്ല. സോ എന്തായിരിക്കും? എപ്സിലോൺ. അപ്പോൾ ഇതും എന്തായിരിക്കും? ഒരു പോപ്പ് ഓപ്പറേഷൻ ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് C ടെൻസ് ടു C. ക്യാപിറ്റൽ C ടെൻസ് ടു സ്മോൾ c. അത് കാണുമ്പോൾ ഡെൽറ്റ ഓഫ് Q1 കോമ C കോമ ക്യാപിറ്റൽ C ഇസ് ഈക്വൽ ടു, അതും കഴിഞ്ഞിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായിരിക്കും? എപ്സിലോൺ ആയിരിക്കും. ദാറ്റ്സ് ഓൾസോ പോപ്പ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് നമ്മൾ പോപ്പ് ചെയ്ത് മാറ്റി. പോപ്പ് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ പോപ്പ് ചെയ്ത് മാറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പോപ്പ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ, എല്ലാം പോപ്പ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാക്കിനകത്തൊന്നുമില്ല, empty ആണ്. അതുപോലെ സ്റ്റാക്കിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് Z0 ആണ്. അപ്പോൾ ആ കണ്ടീഷൻ എഴുതുന്നു. ഡെൽറ്റ ഓഫ് Q1 ഒന്നും തന്നെ ഇൻപുട്ടിനകത്ത് ഇല്ല, Z0 ആണ് സ്റ്റാക്ക് ടോപ്പ് എങ്കിൽ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റിലേക്ക് QFലേക്ക് നമ്മൾ വരും. QF Z0. അപ്പോൾ ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് CFGA എന്താക്കുന്നത്? PDA ആക്കുന്നത്. അപ്പോൾ ഇനി PDA എന്താണെന്നുള്ളത് എഴുതണം. PDAക്കകത്തുള്ള ഓരോന്നും എല്ലാം. അപ്പോൾ PDA എന്ന് പറയുന്നതിൻ്റെ ടപ്പിൾസ് ഏതൊക്കെയായിരുന്നു? M ഇസ് ഈക്വൽ ടു Q എപ്സിലോൺ ഗാമ ഡെൽറ്റ Q0 Z0 F. ഇതല്ലേ നമ്മുടെ PDA ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇങ്ങനെയല്ലേ? ഇത്രയും ടപ്പിൾസ് വെച്ചാണ് നമ്മൾ PDA ഡിഫൈൻ ചെയ്തേക്കുന്നത് അല്ലേ? ഇനി അതിനകത്തുള്ള ഓരോന്നും Q എന്താണ്, എപ്സിലോൺ എന്താണ്, ഗാമ എന്താണ് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ Q ഏതൊക്കെയാണ്? ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയായിരുന്നു? Q0 ഉണ്ടായിരുന്നു, Q1 ഉണ്ടായിരുന്നു,
ക്യു എഫ് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്ത സ്റ്റേറ്റുകൾ. സിഗ്മ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഉണ്ടായിരുന്നു? ഇതിനകത്ത് ടെർമിനൽസ് എന്ന് പറയുന്നത് എയും ബിയും മാത്രമേ ടെർമിനൽസ് ഉള്ളൂ അല്ലേ? സോറി, എയും ബിയും സ്മോൾ സിയും ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് വരുന്നത് ഗാമ. ഗാമ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് വരുന്ന നോൺ ടെർമിനൽസിനെയാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെ നോൺ ടെർമിനൽസ് ഉണ്ടായിരുന്നു? എസ് ഉണ്ടായിരുന്നു, ക്യാപിറ്റൽ എ ഉണ്ടായിരുന്നു, ക്യാപിറ്റൽ ബി ഉണ്ടായിരുന്നു, ക്യാപിറ്റൽ സി. അപ്പോൾ ഇതാണ് കറസ്പോണ്ടിങ് നമ്മൾ തന്നിരിക്കുന്ന ഗ്രാമറിനെ എന്താക്കി മാറ്റിയേ? PD ആക്കി മാറ്റിയേ. ഓക്കെ ഓക്കെ, ഒന്നും കൂടി പറയാം. അപ്പോൾ നമ്മളൊരു CFGയെ PDA ആക്കണമെങ്കിൽ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ GNF ഫോമിലാണോ നോക്കുക. GNF ഫോമിൽ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ GNF ഫോമിൽ ആക്കണം. ഇനി എങ്ങനെയാണ് ഒരു ഗ്രാമറിനെ GNF ആക്കുന്നത്? GNF ആക്കാനുള്ള രീതി എന്ന് പറയുന്നത് ഒന്നുകിൽ നോൺ ടെർമിനലിൽ നിന്ന് ഒരു ടെർമിനലിലേക്ക് പ്രൊഡക്ഷൻ വരിക, അല്ല എങ്കിൽ ഒരു നോൺ ടെർമിനലിൽ നിന്ന് സ്റ്റാർട്ടിങ് ഒരു ടെർമിനൽ വരിക, അത് കഴിഞ്ഞിട്ട് എനി നമ്പർ ഓഫ് നോൺ ടെർമിനൽസ് വരിക. അങ്ങനെയാണെങ്കിൽ നമ്മളത് GNF ഫോമിലാണെന്ന് പറയും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമറിലെല്ലാം GNF ഫോമിലാണ്. അപ്പോൾ ഇനി കൺവേർഷൻ GNFിലേക്കുള്ള കൺവേർഷൻ വേണ്ട. ഇനി എന്ത് മതി? PD, അതായത് നമ്മൾ സ്റ്റാക്കിനകത്ത് എന്തൊക്കെ പുഷ് ചെയ്യുന്നു, പോപ്പ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം മതി. അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻ Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്. ഒരു ഇൻപുട്ടും ഇല്ല, അപ്പോൾ എപ്സിലോൺ ആണ്. സ്റ്റാക്കിൻ്റെ ടോപ്പ് Z0 ആണെങ്കിൽ നമ്മൾ പുഷ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ സ്റ്റാർട്ട് സിമ്പിളായ S ആണ്. അപ്പോൾ നമുക്ക് പുഷ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് Q1 S Z0 എന്ന് വരും. ഇനി നമ്മൾ എഴുതിയേക്കുന്ന എല്ലാ പ്രൊഡക്ഷൻസിനും വേണ്ടുന്ന സ്റ്റാക്കിലേക്കുള്ള പുഷാണോ പോപ്പാണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ പുഷ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡെൽറ്റ ഫംഗ്ഷനകത്ത് സ്റ്റേറ്റ് വരും. ദെൻ നെക്സ്റ്റ് ഇൻപുട്ട് സിമ്പിളാണ്. ഒരു പ്രൊഡക്ഷൻ്റെ ഇൻപുട്ട് സിമ്പിളും അതുപോലെ സ്റ്റാക്കിൻ്റെ ടോപ്പും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്ഷനിൽ വരുന്ന ആ ഒരു സിംഗിൾ പ്രൊഡക്ഷനകത്ത് വരുന്ന നമ്മുടെ പ്രൊഡക്ഷൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന ടെർമിനൽ ഏതാണോ അതാണ് ഇൻപുട്ട് സിമ്പിൾ. ഓക്കെ, ആ പ്രൊഡക്ഷൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ വരുന്ന നോൺ ടെർമിനൽ ഏതോ അതാണ് നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പ്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ പുഷ് ചെയ്ത് വെക്കുമ്പോൾ സ്റ്റേറ്റ് ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. പിന്നെ എന്താണ് പുഷ് ചെയ്ത് വെക്കുന്നത്? ആ ഒരു പ്രൊഡക്ഷൻ നമ്മൾ എടുത്തല്ലോ. ആ പ്രൊഡക്ഷനിലെ രണ്ട് കാര്യങ്ങൾ നമ്മൾ എടുത്തു. ഇനി മൂന്നാമത്തത് ഏതായിരിക്കും? പ്രൊഡക്ഷൻ്റെ റൈറ്റ് സൈഡിൽ ടെർമിനൽ കഴിഞ്ഞ് എന്തൊക്കെ വരുന്നോ അതെല്ലാം എന്ത് ചെയ്യും? പുഷ് ചെയ്ത് വെക്കും. ഓക്കെ, ഇനി നമ്മൾ പുഷിങ് ഓപ്പറേഷൻസ് കഴിഞ്ഞു എന്നെങ്ങനെ മനസ്സിലാക്കും? അതായത് ഒരു പ്രൊഡക്ഷനകത്ത് ഒരു നോൺ ടെർമിനലിൽ നിന്ന് ഒരു ടെർമിനൽ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ നടക്കുന്നത് പോപ്പ് ഓപ്പറേഷനാണ്. അപ്പോൾ എല്ലാ പോപ്പ് ഓപ്പറേഷനും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എപ്സിലോൺ ആവും, സ്റ്റാക്കിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് Z0 ആവും. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് എന്താണ് ഫൈനൽ സ്റ്റേറ്റ്? QF Z0 ആണ് ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചു. ഇനി എന്താണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്? PDA ഡിസൈൻ ചെയ്യാനാണ്. CFGയുടെ കറസ്പോണ്ടിങ് PDA കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്താണ് PDA എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചു MS = ഒരു 7 ടപ്പിൾസ് വരുന്നതാണ് നമ്മൾ PDA എന്ന് പറയുന്നത്. Q, സിഗ്മ, എപ്സിലോൺ അല്ല, സിഗ്മ, ഗാമ, ഡെൽറ്റ, Q0, Z0, F. അതിൽ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ എത്ര സ്റ്റേറ്റുകൾ ഉപയോഗിച്ചു? Q0യും Q1ഉം QF ആണ് നമ്മൾ ഉപയോഗിച്ചത്. സിഗ്മ എന്ന് പറയുന്നത് എത്ര ടെർമിനൽസ് ഉണ്ട്? 3 ടെർമിനൽ, സ്മോൾ a, സ്മോൾ b, സ്മോൾ c. ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നോൺ ടെർമിനൽസ് ഉണ്ട്? S, A, B, C. അപ്പോൾ ഇത്രയും എഴുതി കഴിയുമ്പോൾ കറസ്പോണ്ടിങ് CFGയുടെ PDA ആക്കി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു CFGയുടെ കറസ്പോണ്ടിങ് PDA കാൽക്കുലേറ്റ് ചെയ്യുന്നത്.